ഗൈസ്, അപ്പൊ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിക്കാണ്. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇന്ന് ഞാനൊരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ കുറെ ആയി ഹെയർ സ്പാ ചെയ്യണം വിചാരിക്കുന്നു. എനിക്ക് എന്റെ ഹെയർ കണ്ട് അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നും. ഒന്നല്ലെങ്കിൽ കളറിങ്ങോ അല്ലെങ്കിൽ വല്ല ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഹെയർ സ്പായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പൊ ഇന്ന് ഒരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഒടുക്കത്തെ വെയില് കേട്ടോ. ഉച്ചക്ക് 2 മണിയാണ് ടൈം. പക്ഷെ ഒടുക്കത്തെ വെയില്. അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് എപ്പോഴും വെയിലുണ്ടാവുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ച് സൺസ്ക്രീൻ ഇട്ടിട്ടുള്ളൂ. അവിടെ എത്തുമ്പോഴത്തേനും കരിഞ്ഞ് പുച്ചാവും തോന്നുന്നു. ഓ, ഇനി ബസ് കിട്ടണം. അതാണ് നെക്സ്റ്റ് ടാസ്ക്. ഉച്ച ആയതുകൊണ്ട് ബസ് കുറവായിരിക്കും. ഒന്ന് പോയോക്കാ, ബസ് സ്റ്റോപ്പ് പോയോക്കാ. എന്നിട്ട് ബസ് ഇട്ട് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് പോസ്റ്റാണ്. ബസ്സൊന്നും കാണാനില്ല. പോസ്റ്റാണ്. അവിടെ നടന്നപ്പോഴത്തേനും മൊത്തം വേർത്തൊലിച്ചു. പോസ്റ്റാണ്. വെയിറ്റിംഗ് ഫോർ ബസ്. വെയിറ്റിംഗ്. ഗൈസ്, നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിക്കണ്. ആഫ്റ്റർ എ ലോങ് വൈൽ, നല്ല നേരം കാത്തിരുന്നിട്ടാണ് എത്തിയിട്ടുള്ളത്. ആൻഡ് കുറച്ച് നടക്കാനുണ്ട്. നടക്കാം, വേറെ വയ്യില്ല. ആൻഡ് ഗൈസ്, ഫൈനലി വി റീച്ച്ഡ്. ഞാൻ എത്തിട്ടോ. എത്തിയപ്പോഴത്തേനും എൻ്റെ മുഖത്തിനൊക്കെ കോലം നോക്കാം. ഡള്ളായില്ലേ ഫേസ് ഫുൾ. അപ്പൊ ഗൈസ്, നമ്മളിവിടെ വെയിറ്റിംഗിലാണ്. ഓൾറെഡി ഇവിടെ കസ്റ്റമർ ഉണ്ട്. സോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ? എനിക്ക് ഹെയറിൽ മസാജ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള ഒരു സംഭവം. അങ്ങനെ ആ ഒരു മസാജിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടി വന്നിട്ട്. പിന്നെ ഹെയറിൽ കളറൊക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു ഡാമേജും കൂടി ഉണ്ടായിരുന്നു. പൊക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പാ ചെയ്തത്. അപ്പൊ സ്പാ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു ലൊക്കേഷൻ നോക്കി നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇഫ മേക്കോർക്ക് വന്നോട്ടോ. കാരണം അത്ര നല്ല സർവീസാണ് അവരെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന ചെറിയ ഹെയർസ് ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രത്യേകതരം ട്രീറ്റ്മെന്റിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് വെച്ചിട്ട് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസത്തെ ചെറിയ ബ്ലാക്ക് പാടുകളൊക്കെ പോകും. എനിക്ക് കുറച്ച് ഈ ടോട്ടോ എന്ന് പറയുന്നത് കൂടുന്നുണ്ട് അല്ലേ. എനിക്ക് എന്താണെന്നറിയില്ല, അത് മാത്രം കൺട്രോൾ ചെയ്യാൻ വയ്ക്കണില്ല. ഇടക്കിടക്ക് ഈ ടോട്ടോ വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വാഷ് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ചെയ്തോട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് കേൾ ചെയ്യാൻ വേണ്ടി നോക്കി, ബട്ട് നടന്നില്ല കേട്ടോ. എൻ്റെ ഹെയർ അത്രയും സ്മൂത്തായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഫൈനലി ദിസ് ഈസ് മൈ ലുക്ക്. പോകുമ്പോ ഈ മനിയും വരുമ്പോ ഹറാമിയായില്ലേ. എന്നോട് ഇവിടെ പോസ്റ്റ് അടിച്ച് നിക്കാൻ പറഞ്ഞു. ഇപ്പൊ പാലക്കാട് പോകണ്ട ട്രിപ്പ് മീൻപാടെ. സോ പോകുമ്പോ വണ്ടി കയറാൻ പറഞ്ഞ് ഞാനിപ്പോ പോസ്റ്റ് അടിച്ച് നിക്കാണ്. പാനിപ്പൂരി കഴിക്കണം പറഞ്ഞപ്പോ കട ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ നിക്കാണ്. വീട്ടിൽ പോണ്ടേന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ജ്യൂസും പപ്സും അതേപോലെ ഒരു ഷവർമൊക്കെ പാർസൽ മേടിച്ച് നിൽക്കുമ്പോഴത്തേന് ഉപ്പ വന്നു കേട്ടോ. അപ്പം അങ്ങനെ വണ്ടി കയറി എടുക്കാന്നല്ലേ ജസ്റ്റ് ഒന്ന് പാലക്കാട്ട് കാണും കേട്ടോ. ഉപ്പാൻ്റെ ഫാമിലീനൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ 2-3 വീടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ എത്തിയപ്പോൾ ഇതേപോലെ കട്ട്ലേറ്റും ചായയും കുടിച്ചിട്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. ആൻഡ് ഗൈസ്, ഫൈനലി വി റീച്ച്ഡ് ഹോം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. വേറൊരു വ്ളോഗായിട്ട് വരുന്നത് വരേക്കും ബൈ.